ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടാണല്ലോ ഈ വീഡിയോ ഇവിടെ ക്ലിക്ക് ചെയ്ത് വന്നത്. എല്ലാം കൂടിയിട്ട് എങ്ങനെ പെട്ടെന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഇതിനൊക്കെ സമയം എങ്ങനെയാണ് കിട്ടുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ബാ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ്, മോൻ്റെ കാര്യം, വീട്ടിലെ കാര്യം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി, ക്ലൗഡ് കിച്ചൺ, ഇതെല്ലാം കൂടിയിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ മൊത്തത്തിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കും കൂടിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ വീഡിയോയിലേക്ക് പോകാമല്ലോ. ഞാൻ സത്യത്തിൽ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ തൊട്ടിട്ടല്ല കേട്ടോ, നൈറ്റ് തൊട്ടിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. കാര്യം ഞാൻ രാവിലത്തേക്കുള്ള കാര്യങ്ങളെല്ലാം കൂടി ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നൈറ്റാണ് കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ രാവിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. ഇന്ന് നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള കിഴങ്ങൊക്കെ ഞാൻ ആദ്യമേ തന്നെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ കോവയ്ക്ക് വിഴുക്ക് വയ്ക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ കോവയ്ക്കയും അരിഞ്ഞെടുത്ത് വെച്ചു. അതിലാവശ്യമായിട്ടുള്ള ഉള്ളിയും മുളകുമൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചു. പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ തേങ്ങ ചിരകുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനെ കത്തി കൊണ്ട് കാന്നെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഈസി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചിറക്കി ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അതും മിക്സിയിലാക്കി മാറ്റി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്യുന്നത് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നാളെ രാവിലെ എനിക്ക് നല്ല എളുപ്പമുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള അരപ്പ് ഞാൻ ഒരു കണ്ടെയ്നറിലായിട്ട് എന്തൊക്കെയാണോ വേണ്ടതെന്നുള്ളത് നമുക്ക് തേങ്ങ, ജീരകം, ഉള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്നിച്ചെടുത്ത് വെക്കും. ഇത് നാളെ ഓരോന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് ഓരോന്ന് എടുത്തിട്ടങ്ങ് അടിച്ചെടുത്താൽ മതി. നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ തിരക്കി എടുക്കണ്ട. അത് നമുക്ക് ഒരുപാട് കളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതും നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റാൻ പറ്റും. അങ്ങനെ ആ ഒരു പണിയും ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ ഒന്ന് സിങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കി കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന അടുത്ത കാര്യം, കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് അരി ഒന്ന് കഴുകി റൈസ് കുക്കറിലോട്ട് മാറ്റി വെക്കും കേട്ടോ. ഒന്ന് 10 മിനിറ്റ് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിലോട്ട് മാറ്റും. ആ ടൈമിൽ അതങ്ങ് വെന്തോളും. പിന്നെ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും ആ ജോലി അങ്ങ് കഴിയും. അപ്പോൾ 10:55 ആയപ്പോഴത്തേക്കും എൻ്റെ ജോലി കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ജോലികളെല്ലാം കഴിയും. പിറ്റേന്ന് രാവിലെ ഞാൻ വന്നാൽ ഫസ്റ്റ് ചെയ്യുന്നത് ചായക്ക് വെള്ളം വെച്ചിട്ട് ഈ റൈസ് കുക്കറിലെ അരി എടുത്ത് വീണ്ടും ഗ്യാസിലോട്ട് മാറ്റും. വീണ്ടും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് അത് നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ രാവിലെ തന്നെ എൻ്റെ ചോറിൻ്റെ കാര്യം അങ്ങ് കഴിയും. അതിനൊന്ന് വാർത്തെടുത്ത് വെച്ചാൽ ചോറ് ഏകദേശം ഒന്ന് റെഡിയായി. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അപ്പോഴപ്പോഴുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോഴും തന്നെ നമ്മൾ എടുത്ത് മാറ്റി സിങ്കിൽ നിന്ന് കഴുകി എടുത്ത് വെച്ചാൽ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കത്തില്ല. ഞാൻ അതും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്താൽ കിച്ചൺ നല്ല നീറ്റായിട്ടിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ അടുത്തടുത്ത ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യുന്നത് കുറച്ച് ഒഴിച്ചേറി വയ്ക്കുവാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കടുകൊക്കെ വറുത്തു, ഒഴിച്ചിറക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് കോവയ്ക്ക വെച്ചു, പിന്നെ കിഴങ്ങ് വെച്ചു. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അടുപ്പൊഴിയുന്നതനുസരിച്ച് നമുക്ക് ഓരോ പാത്രം എടുത്ത് വെച്ച് ഇതെല്ലാം അങ്ങ് വെക്കാൻ പറ്റും. ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് രാവിലത്തെ പണി കഴിയും. ആ ഒരു ടൈമിൽ എൻ്റെ മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രാവിലെ അവൻ എഴുന്നേറ്റ് വന്നാൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഞാൻ അവനെ എടുത്തുകൊണ്ട് നിൽക്കണം. അതവന് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു ഉറക്കമൊക്കെ മാറിയിട്ട് പിന്നെ അവൻ എവിടെയെങ്കിലും നിന്ന് കളിച്ചോളും. പിന്നെ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ വരത്തില്ല. എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് ഫ്രഷാക്കി എടുത്ത് അവൻ അവിടെ എവിടെയൊക്കെ ആക്കിയാൽ അവൻ അവിടെ നിന്നങ്ങ് കളിച്ചോളും. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ ഏകദേശം ജോലികളൊക്കെ ഒന്ന് കഴിഞ്ഞു. പിന്നെ മീൻകറി കൂടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കും. പിന്നെയാണ് ഞാൻ കുളിക്കാനൊക്കെ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ ഓരോ കവറിലൊക്കെ ആക്കി എടുക്കുന്നത്, അതുപോലെ തന്നെ ഓരോ കവറൊക്കെ നമ്മൾ പാൽ കവർ അങ്ങനത്തതൊക്കെ എടുക്കുന്ന ടൈമിൽ തന്നെ എവിടെയെങ്കിലും ഒരു ചാക്കിലോ അങ്ങനെയൊക്കെ കഴുകി മാറ്റി വെച്ചാൽ അതും നമുക്ക് കിച്ചണൊന്നും അങ്ങനെ കൂടുതൽ വൃത്തികേടായിട്ടിരിക്കാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഹരിതകർമ്മസേന വരുമ്പോഴത്തേക്കും അവരെ ഏൽപ്പിച്ചാൽ മതിയാവും. അപ്പോൾ അവരങ്ങ് കൊണ്ടുപോയിക്കോളും. നമുക്ക് അതുകൊണ്ട് നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുവാണ്. കുറച്ച് പപ്പടം കൂടി പൊരിക്കാമെന്ന് വെച്ചു. പിന്നെ അച്ചാർ ഇട്ടതും ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ജോലികളൊക്കെ കഴിഞ്ഞു. മോരൊക്കെ വെച്ചു, കറിയൊക്കെ പെട്ടെന്ന് അടുപ്പിലാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ തോത്തിയെടുക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇക്കാരോട് കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചു. പിന്നെ കിച്ചണും കൂടെ ഗ്യാസ് സ്റ്റൗവും കൂടി ഒന്ന് തുടച്ച് വെച്ച് കബോർഡൊക്കെ ഒന്ന് തുടച്ചാൽ പണി കഴിഞ്ഞു. പിന്നെ നീറ്റായിട്ട് ക്ലീനായിട്ട് കിച്ചൺ കിടന്നോളും. അപ്പോൾ ഏകദേശം എന്തൊക്കെയാണ് വേവിച്ചതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മൂടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വേവിച്ചിട്ടുള്ളത്. രാവിലെ ഇഡ്ഡലിയും തക്കാളി കറിയായിരുന്നു, അതെന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ രാവിലത്തെ കിച്ചണിലെ പരിപാടി 8 മണിയായപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോൾ കുളിച്ചും കഴിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്കായിട്ട്. പിന്നെ എനിക്കുള്ള കാര്യം മോനെ ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിച്ച് റെഡിയാക്കി അവനെ സ്കൂളിലേക്ക് ആക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ ബാഗിൽ എടുത്ത് വെച്ചിരുന്ന കുപ്പി കാണാനില്ല. അതിന് തൊട്ട് മുമ്പ് അവ എടുക്കുന്ന കണ്ടു. ഇനി ജനൽ വഴി താഴെ കിട്ടുമെന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അത് കിട്ടിയില്ല. അടുത്ത കുപ്പിയായിട്ട് അവനെ നേരെ സ്കൂളിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെയുള്ള ജോലി എന്ന് വെച്ചാൽ ഒന്ന് തൂത്തൊക്കെ ഒന്ന് വാരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് തൂത്തൊക്കെ ഒന്ന് വാരിയതിന് ശേഷം അടുക്കളയൊക്കെ ഒന്ന് അടച്ചാൽ പിന്നെ എൻ്റെ ആ ഒരു ദിവസത്തെ കിച്ചൺ ജോലി കഴിഞ്ഞു, അല്ലെങ്കിൽ വീട്ടു ജോലി കഴിഞ്ഞു. പിന്നെ വൈകിട്ട് വന്നതിന് ശേഷം എൻ്റെ അനിയത്തി തുണിയൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് കഴുകിക്കോളും. അപ്പോൾ തുണിയുടെ കാര്യം ഞാൻ അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, അത് അവളങ്ങ് ചെയ്തോളും. പിന്നെ ഒരു 2 ബേക്കറി ബോക്സും ഒരു കുപ്പി വെള്ളവും പിന്നെ എൻ്റെ ഫോണുമായിട്ട് ഞാൻ പിന്നെ എൻ്റെ ഒരു സ്വർഗ്ഗമാണ്. അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയായി. പിന്നെ ആ ഒരു ടൈമിലാണ് ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിലത്തേക്ക് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ യൂട്യൂബിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യും. അതിനുശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ നേരെ അവിടെ നിന്ന് താഴെ ഹോസ്പിറ്റലിലേക്ക് വരും. ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇന്ന് ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഫാർമസിയിലോട്ട് പോയി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് മരുന്നിൻ്റെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ടായിരുന്നു. മരുന്നും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു 3:30 ആകുമ്പോഴത്തേക്കും മോനെ പോയി വിളിച്ചുകൊണ്ട് വരും. പിന്നെ അനിയത്തി വരും, അവൾ മോനെ അങ്ങ് കൊണ്ടുപോയിക്കോളും, വീട്ടിൽ കൊണ്ടുപോയിക്കോളും. പിന്നെയുള്ളത് ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് പിന്നെ ക്ലൗഡ് കിച്ചൻ്റെ കാര്യം നോക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഏകദേശം ഇതുപോലെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുക. അപ്പോൾ ഏകദേശം വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ചുവടുവെപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക എന്താണെന്നൊക്കെ ഉള്ളത്.